ഇവിടെ വന്ന ഓണർ സ്റ്റാഫ് അറിയാൻ പറ്റില്ല. ഈ SPRന്റെ ടേസ്റ്റിന് പിന്നിലുള്ള മനുഷ്യ ഇദ്ദേഹമാണ്. ഒട്ടുമിക്ക ജീവനക്കാരും 30-40 വർഷങ്ങളൊക്കെ പിന്നിട്ടവരും ഇവിടെ ഉണ്ട്. ഒരു 26 ആൾക്കാരും മീനാൾക്കാരൊക്കെ ഈ 10-30 വർഷത്തേക്ക് ആൾക്കാരാണ്. ഞാൻ മൊത്തം വന്നിട്ട് 40 കൊല്ലം കഴിഞ്ഞു. ഓപ്പൺ ചെയ്ത് കൂടെ ഉള്ള ആളാണ്. മുരളി. മെയിൻ ആളാണ്. കറക്റ്റ് 17 വർഷമായി. ഈ ഇവിടുത്തെ വരുമാനം കൊണ്ടാണ്. ഇവിടെ വന്നിട്ട് 25, നേരത്തെ പഴയ കടയിൽ അങ്ങനെ 35 വർഷം. നമസ്കാരം. മട്ടൻ വിഭവങ്ങൾ മാത്രം പേര് കേട്ട ഒരു സ്ഥാപനമല്ല SPR. ഈ SPRൽ നമ്മൾ എത്തിയിരിക്കുന്ന ഒരു പ്രത്യേക വാർത്തയുമായിട്ടാണ്. ഈ വാർത്ത വേറൊന്നുമല്ല, ഏകദേശം 34ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്നൊരു സ്ഥാപനമാണ് ബാലരാമപുരത്തെ SPR എന്ന ഈ ഒരു ഹോട്ടൽ. വളരെ ഫേമസ് ആണ്. ഈ സ്ഥാപനത്തിൽ ഒട്ടുമിക്ക ജീവനക്കാരും 30-40 വർഷങ്ങളൊക്കെ പിന്നിട്ടവരും ഇവിടെ ഉണ്ട്. അതായത് പുതിയ പുതിയ സ്ഥാപനങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാൽ പല സ്ഥാപനങ്ങളിലും ജീവനക്കാരുടെ ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകാറുണ്ട്. ഇവിടെ അങ്ങനെ കൊഴിഞ്ഞുപോക്കുന്നു. അവരായിട്ട് പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത് പോകണമെങ്കിലേ ഉള്ളൂ. സന്തോഷത്തോടെ യാത്രയേ ഉള്ളൂ, അല്ലാതെ പിണങ്ങിയൊന്നും ആരും പോയിട്ടില്ല. ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ജീവനക്കാർ 30-40 വർഷമൊക്കെ ജോലി എടുത്തവരാണ്. നമ്മുടെ സത്യമാണ്. അവരുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പ്രധാനമെന്ന് വെച്ചാൽ മട്ടനാണ് നമ്മളുടെ ഏറ്റവും താഴ്ത്തിട്ട് മട്ടനാണ്. മട്ടൻ പെരട്ടിയൊരായിട്ട് നമ്മളായ ഒരു പെരട്ടുണ്ട്. ഓരോരുത്തർ പെരട്ടുണ്ട്, പക്ഷേ നമ്മളെ പ്രത്യേക മസാല ഒരു പെരട്ടുണ്ട്. അത് കറിയെല്ലാം പെട്ടില്ലാത്ത രീതിയിൽ അങ്ങനെ ഇരിക്കും. അതാണ് ആൾക്കാർക്കുള്ള ഇഷ്ടപ്പെടുന്നത്. ഇതൊക്കെ പലരും വരുന്നുണ്ട്. നമ്മൾ താഴ്ത്തിട്ട് അതാണ്. അന്ന് മട്ടന് വില 35-45 ആണ്. ഇപ്പം 190. അത് 40 വർഷം മുമ്പേ. അന്ന് ശമ്പളം 28 രൂപയേ ഉള്ളൂ. ഇന്ന് 1800 ശമ്പളം. ഫൗണ്ടർ നമ്മുടെ ചേട്ടനാണ്, രാജാറാം എന്ന് പറയും. രാജാറാം. പുള്ളിക്ക് കൈത്തറിയാണ് കൂടുതൽ. കൈത്തറി കട രാമേന്ദ്ര ഹാൻഡ്ലൂം, എറണാകുളത്ത് രാമേന്ദ്ര ഹാൻഡ്ലൂം ഉണ്ട്. പുള്ളിക്കടയിൽ നിന്നാണ് നമ്മളിങ്ങോട്ട് ചാടിയത്. ബാലദേവ ബാങ്ക് ഒറ്റ സാധനമുള്ളൂ, ഹോട്ടലായിട്ട് സാധനമുള്ളൂ. നമുക്ക് ബ്രാഞ്ച് എന്ന് വെച്ചാൽ ഹാൻഡ്ലൂംസാണ്. ഇവിടെ 48 പേരുണ്ട്. വലിയ നമ്മൾ ആണാടാണ് ഇറക്കുന്നത്. ക്രയർ ചെയ്ത് പറയും, നാടൻ കിടായാണ് ഇറക്കുന്നത്. ഒരു മാക്സിമം 5 എണ്ണം, 5 കിടായാണ്, വലിയ കിടായാണ്. 40 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ SPR ഹോട്ടലിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇവിടെ എത്തുന്നവർക്കെല്ലാം ആഹാരം വിളമ്പി നൽകുന്ന ഒരു സുകുമാരൻ ചേട്ടനുണ്ട്. സുകുമാരൻ ചേട്ടൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ സുകുമാരൻ പറയും. വിജയ് ഇവിടെ വന്നിട്ട് 25, നേരത്തെ പഴയ കടയിൽ അങ്ങനെ 35 വർഷം. അതെ. അല്ല, നേരത്തെ മറ്റേ കാട്ടാക്കട റോഡിലായിരുന്നു. അവിടെ നിന്നാണ് അതെ ഇവിടെ വന്നത്. ചേട്ടാണ് അല്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അറിയാം, എല്ലാം പരിചയക്കാരെ തന്നെയല്ല. ഞാൻ ഭഗവതിയട അറിയാമോ? ഭഗവതിയട. അതെ. വീട്ടിൽ ഞാൻ, ഭാര്യ, മക്കള്. എനിക്കിപ്പോൾ 74 വയസ്സായി. ഇതാണ് ഈ വരുമാനം വെച്ചാണ് ഞാൻ വീട് വെച്ചതും എല്ലാം. ഇതിന് ഞാൻ വളർച്ചയിൽ തീർച്ചയായിട്ടും വേറെ ആരെയും ഹെൽപ്പ് നമ്മൾ വാങ്ങിയിട്ടില്ല.
എല്ലാം സ്വയം നമ്മുടെ SPRൻ്റെ പൈസ തന്നെ. ഈ ബാലരാമപുരം SPR എല്ലാവർക്കും അറിയാവുന്ന സ്ഥാപനം തന്നെയാണ്. അവരെ SPR അറിഞ്ഞുകൂടാത്ത തിരുവനന്തപുരത്ത് ആരുമില്ലെന്ന് പറയാം. പക്ഷേ ഞങ്ങളിവിടെ കണ്ടൊരു ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളുടെ ജീവനക്കാരൊക്കെ 25-30 വർഷമായിട്ട് ഇവിടെ തുടർ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ ആദ്യം മുതലേ നിൽക്കുന്നവരെല്ലാം ഉണ്ട്, പുറത്തുനിന്ന് ആരുമില്ല. ഈ SPR സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം മുതലുള്ള ജോലിക്കാരാണ് ഇപ്പോഴും നിൽക്കുന്നത്. എല്ലാം ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ള പല സ്ഥാപനങ്ങളിലും ഒരു സ്ഥാപനം തുടങ്ങി 2-3-4 മാസം കഴിയുമ്പോൾ ജീവനക്കാർ മാറി മാറി വരുന്ന കാണാം. പക്ഷേ കാരണം ഇവിടെ മാറാത്ത കാരണം വെച്ചാൽ നമുക്ക് അവർക്ക് ആവശ്യത്തിലധികമുള്ള ശമ്പളം അവർ അർഹിക്കുന്ന ശമ്പളം കൊടുക്കുന്നു. ശമ്പളത്തിൽ അവർക്ക് ഹാപ്പിയാണ്. പിന്നെ അവർക്ക് ഒരു കുടുംബാംഗത്തെ പോലെ കാണുന്നത്. അവർക്ക് തമാശ അടിക്കാം, കളിക്കാം, ചിരിക്കാം, സ്വന്തം വീട് പോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം, വീട്ടിൽ ആവശ്യത്തിന് ആഹാരം ചോദിച്ചാൽ കൊടുക്കാം. അങ്ങനെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇവിടെ തൃപ്തിയാണ്. അതുകൊണ്ടായിരിക്കും അവർ എല്ലാം അങ്ങനെയാണ്. ഇവിടെ വന്ന ഓണർമാർ സ്റ്റാഫാർ അറിയാൻ പറ്റില്ല. എല്ലാവരും ഇവിടെ 26 ആൾക്കാരും മെയിൻ ആൾക്കാരൊക്കെ ഈ 10-30 വർഷത്തേക്ക് ആൾക്കാരാണ്. ഇടയ്ക്കൊരു കുറച്ച് ക്ലീനേഴ്സൊക്കെയാണ്, വരും, മാറി വരും, പോവും. ഈ SPR ഹോട്ടലിൽ കണ്ട ഒരു വലിയ പ്രത്യേകത, ഇവിടുത്തെ ജീവനക്കാരൊക്കെ 15, 20, 30 വർഷങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാണ് ഇതിൽ ഒട്ടുമിക്ക ജീവനക്കാരും. ഇതൊരു എടുത്തു പറയത്തക്ക സംഭവമാണ്. കാര്യം സമീപകാലങ്ങളിലൊക്കെ ആരംഭിക്കുന്ന പല റെസ്റ്റോറൻറ്റുകളിലും ജീവനക്കാരൊക്കെ മാറി മാറി പോകുന്നതായിട്ട് നമുക്ക് കാണാം. കാര്യം പല പല വിഷയങ്ങളായിരിക്കും അല്ലേ? ഓപ്പൺ ചെയ്ത് കൂടെ ഉള്ള ആളാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? മുരളി മുരളി ഈ സ്ഥാപനത്തിന്റെ വളർച്ച എല്ലാം നേരിട്ട് കണ്ട ഒരാളാണ്. ഇവിടുത്തെ മെയിൻ ആളാണ്. അത് പോലീസിലാണെങ്കിൽ DGP ആളാണ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിൽ DGP ആണ്. അത്ര പ്രമോഷനുള്ള ആളാണ്. അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയും എല്ലാം കണ്ടുവന്ന ഒരാളാണ് അല്ലേ? കസ്റ്റമേഴ്സിനെല്ലാം ചേട്ടൻ നമുക്ക് പരിചയം. എല്ലാവർക്കും അറിയാം. വീട്ടിലാരൊക്കെ ഉണ്ട്? മോളുണ്ട്, ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. മോനുണ്ട്, മരുമകൻ പിന്നെ നമ്മളെ പോലീസിലാണ്. മോൾ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. 2 മക്കളുണ്ട്, അവർ ദുബൈയിലാണ്. ഒരാളിപ്പോൾ ഇവിടെ നാട്ടിലുണ്ട്, ഡ്രൈവറാണ്. ആവശ്യ സാമ്പത്തികമുണ്ട്. ഒരു 10-80 ഒരേക്കർ വസ്തുവുണ്ട് പുള്ളിക്ക്. നല്ലൊരു ആണ്. 2 നില വീട്, 2 നില വീടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്. ഒരു പ്രശ്നമില്ല. കൊറോണ സമയത്തും ഈ കൊറോണ ഇത്രയും മൂർച്ഛിച്ചെന്ന കാലഘട്ടത്തും നമ്മൾ ഹോട്ടൽ അടച്ചില്ല. കൊറോണ ആൾക്കാർ പുറത്തിറങ്ങാൻ പാടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ ഹോട്ടൽ അടച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊറോണ രോഗിക്കുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു ടെർണെടുത്തു നിംസ് ഹോസ്പിറ്റലിൽ. 400 പേരുണ്ടായിരുന്നു രോഗികൾക്ക്. അവർക്കുള്ള ആഹാരം കൊടുക്കാൻ വേണ്ടി സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് ഞങ്ങളെ സ്റ്റാഫുകളുടെ ഒരു ദിവസം പോലും അടച്ചിട്ടില്ല. എൻ്റെ പേര് തങ്കപ്പൻ. കറക്റ്റ് 17 വർഷമായി. ഈ ഇവിടുത്തെ വരുമാനം കൊണ്ടാണ്. പിള്ളേരെല്ലാം എല്ലാം കളയും കളിച്ച് കൊടുക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും. കുടുംബത്തിൽ പോലെയാണ് പോകുന്നത്. എല്ലാ ആവശ്യത്തിനും വരും. നമ്മൾ എല്ലാ ആവശ്യത്തിനും ചോദിച്ചാലും പൈസ തരും ചെയ്യും. എനിക്കിപ്പം 67ആയി. ഇനിയോ 2-3 കൊല്ലം. അശോക് കുമാർ. ഞാൻ ഇവിടെ ചേർന്ന് ഒരു 3 മാസമായി. പുതിയ സ്റ്റാഫ്. വർഷങ്ങളായിട്ട്. ഇവർ 32 വർഷം. ഇല്ല, ഇവിടെ വന്ന് എല്ലാം നല്ലതായിട്ട് ഇരിക്കണം ആളുകൾ. ഈ SPRലെത്തിയാൽ നമുക്ക് ഇവിടെ മുൻപിൽ നിൽക്കുന്ന കുറേ ആളുകളെയൊക്കെ കാണാൻ കഴിയുള്ളൂ. എന്നാൽ ഇതിൻ്റെ പിന്നാമ്പുറത്ത് പണിയെടുക്കുന്ന ചില ചേട്ടന്മാരുണ്ട്. ഇവരാണ് ഈ SPRന്റെ ടേസ്റ്റിന് പിന്നിൽ അല്ലേ? ചേട്ടൻ്റെ പേര് നിസാർ. ഞാൻ മൊത്തം വന്നിട്ട് 40 കൊല്ലം കഴിഞ്ഞ്. 40 കൊല്ലം കട ഫോക്കസ് ചെയ്ത് കാണിക്കില്ല. കാര്യം ഈ SPRന്റെ ടേസ്റ്റിന് പിന്നിലുള്ള മനുഷ്യൻ ഇദ്ദേഹമാണ്. ഇദ്ദേഹം ഒളിസംഘത്തിലാണ്. SPR തുടങ്ങിയപ്പോഴേ ഉള്ളതാണ്. ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിന് അപ്പുറത്തായിരുന്നു കട, കാട്ടാർ റോഡായിരുന്നു കട. അപ്പോൾ അവിടെ നിന്ന് മാറി പിന്നെ ഞാൻ ഒരു 10 കൊല്ലം മാറി നിന്നതിന് ശേഷം വീണ്ടും വന്ന് ഇവിടെ തന്നെ ജോലിക്ക് കയറി. ഇപ്പം അങ്ങനെ മാനേജ്മെൻറ്റ് നമ്മൾ ഇളയ സഹോദരങ്ങളെ പോലെയാണ്. ഒരു കുടുംബം പോലെ നമ്മൾ മുതലാളിയും തൊഴിലാളിയുമായിട്ട് കണക്കാക്കിയിട്ടില്ല. ഓണർ പറയും നമ്മളെല്ലാം ഒരേ കുടുംബമാണ്. ഞാൻ ഇപ്പം 3 കൊല്ലമായി.
ഓക്കെ അപ്പോൾ അപ്പം മുതലാളി നമ്മളെന്ത് പറഞ്ഞാലും കേൾക്കും, മുതലാളി എന്ത് പറഞ്ഞാലും നമ്മൾ കേൾക്കും. സുഖമില്ലെങ്കിലും നമ്മൾ ജോലിക്ക് ഇവിടെ എത്തും കറക്റ്റായിട്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നിങ്ങള് നാട്ടിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബം മക്കളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ പഠിപ്പിക്കുന്നതും വീട് വെക്കുന്നതും ഒക്കെ ഒരുപക്ഷെ നിങ്ങളുടെ ഇവിടെ നിന്നുള്ള വരുമാനത്തിലായിരിക്കും. അതൊക്കെ വീട് വെച്ച് വരുമ്പോൾ പിന്നെ പുറത്ത് പോയി കുറച്ച് സമ്പാദ്യങ്ങളായി വീടൊക്കെ വെച്ച് വീണ്ടും വന്ന് ഹോട്ടൽ പണിക്ക് നിന്ന് നിൽക്കാൻ വേണ്ടി. എൻ്റെ പേര് നിസാർ. നിസാർ. ആ അപ്പൊ ഈ നിസാർ ചേട്ടനെ ഇവിടെ തട്ടിക്കൊണ്ടുപോയ SPRന്റെ കൂട്ട് പുറത്താകുമല്ലേ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ സുഖമായിട്ട് അങ്ങനെ പോകുന്ന കംപ്ലൈൻറ്റ് പരാതിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അതുമായിട്ട് തെറ്റുകളൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ രീതിക്കുള്ള നിങ്ങൾ തൊഴിലാളികളെല്ലാം വളരെ ഐക്യത്തിലാണോ? എല്ലാവരും ഒരേ മനസ്സോടുകൂടി വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ടോ? വഴക്കുകളുണ്ടെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഒരുമിച്ചാവും. അപ്പോഴേ പിന്നെ ഈ നമ്മൾ ഹോട്ടലിലുള്ള ജോലിയല്ലേ, അപ്പം പല ആളിനും പലതും പറയും. അപ്പം തന്നെ പങ്ക് കളയും. പിന്നെ മനസ്സിൽ കൊണ്ടുവന്ന് നടക്കണ പരിപാടിയൊന്നും എത്ര പേര് ജീവനക്കാരായിട്ടുണ്ട്? ഇവിടെ ഒരു 33-34 പേരുണ്ട്. ബാലരാമപുരം SPRൽ കണ്ട ഈ ഒരു പ്രത്യേകത പ്രേക്ഷകരെല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നു. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജനീഷ്, വിസ്മയ ന്യൂസ്.